തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് തീപിടുത്തമുണ്ടായ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമിക്കുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ലിഷോയ്, വലിയ അഗ്നിബാധയാണോ ഉണ്ടായിരിക്കുന്നത്? എങ്ങനെയാണ് തീയണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത്? എപ്പോഴാണ് തീപിടുത്തമുണ്ടായത്? ഇന്ന് അല്പസമയം മുമ്പാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിനകത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ ഈ കെട്ടിടത്തിന് അകത്ത് ഉണ്ട്. അമ്മയും കുഞ്ഞും വാർഡ് ആ വാർഡിലാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി തന്നെയുള്ള ഭാഗത്താണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ മേഖലയിൽ രോഗികളാരും തന്നെ ഇല്ല. കാരണം ഇത് പ്രത്യേകം ഒരു ബിൽഡിംഗ് ആയി തന്നെ മറ്റൊരു വിഭാഗമായി തന്നെ പണിയുന്ന കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് ഇത് സംബന്ധിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ആളപായവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ അതേസമയം തന്നെ ഇത് ഉദ്ഘാടനം കഴിയാത്ത ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ്. കോടികളുടെ ഒരു പദ്ധതിയാണ്. അതിന് ആ ഒരു കെട്ടിടത്തിനകത്താണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആദ്യം മുകളിലത്തെ നിലയിൽ നിന്നാണ് തീ പടർന്ന് പിടിച്ചു തുടങ്ങിയത്. പക്ഷേ മറ്റു നിലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഫയർഫോഴ്സ് വടക്കാഞ്ചേരിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ തീപിടുത്തം പരമാവധി നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. ഈ ഒരു തീ പടർന്നു പിടിച്ച സമയത്ത് വലിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മഴ മാറി നിൽക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം, അതായത് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. മറ്റാളപായം ഒന്നുമില്ല, ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഈ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികളും പെയിന്റ് ഉൾപ്പെടെയുള്ളവയും ഒക്കെ തന്നെ ഈ കെട്ടിടത്തിനകത്ത് ഉണ്ട്. അമ്മയും കുഞ്ഞും ബ്ലോക്ക് അതിന്റെ നിർമ്മാണ സ്ഥലത്താണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിൽ MS ലിഷോയ് വിവരങ്ങൾ നൽകിയത്.